വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കൂറുമാറ്റ വിവാദം. ലീഗ് സ്വതന്ത്രൻ കൂറുമാറാൻ CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. പണവും പദവിയും CPM ഓഫർ ചെയ്തതായി ലീഗ് സ്വതന്ത്രൻ EU ജാഫർ വെളിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. വിഷയത്തിൽ അനിൽ അക്കര നൽകിയ പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ആരും എന്നെ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാഗ്ദാനത്തിലോ ഞാൻ പറയുന്നു 1 രൂപ പോലും ഞാൻ ഒരാളെ മേടിച്ചിട്ടില്ല. വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ വിജിലൻസ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് അന്വേഷണത്തോടും ഇനിയിപ്പോൾ നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതിൻ്റെ പുറത്ത് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ മാപ്പ് പറയുകയും ചെയ്തു, രാജിവെക്കുകയും ചെയ്തു. കാരണം ഞാൻ ആ ഒരു പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല. കാരണം എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. ജാഫർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സംഭവത്തെ ജാഫർ നിഷേധിക്കുകയാണ്. അവിടെ പ്രതിഷേധം നടക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. വോട്ടിന് കോഴ ആരോപണത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ജാഫറിന്റെ പ്രതികരണത്തിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരൊരു പ്രതീക്ഷയിലാണ് ഓരോ പ്രതിയെയും ഇവിടെ വിജയിച്ചത്. അതിനിടയില് ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ ശബ്ദ സന്ദേശം നിങ്ങളെല്ലാവരും പുറത്തുവിട്ടല്ലേ? അതിലെന്താ പറയണേ? ഇവന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവൻ നാട്ടുകാരെ വഞ്ചിച്ചിരിക്കുക. 50 ലക്ഷം രൂപ കോഴ വാങ്ങിക്കൊണ്ട്. അത്തരം ആളുകളൊന്നും ഇനി ഇവിടെ പൊതുപ്രവർത്തനത്തിന് വേണ്ട. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ആ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ആള് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്ന്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭീകരനാണ് ജാഫർ. ഈ ജനാധിപത്യത്തെ പണം വെച്ച് കളിക്കുന്ന ഈ ഇത്തരത്തിലുള്ള തെമ്മാടികളെ വെച്ചു പൊറപ്പിക്കാൻ ഒരിക്കലും യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വെങ്കടങ്ങിന്റെ മണ്ടിയിൽ വന്നാൽ ഞങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും. ദിവ്യ ദൃശ്യങ്ങൾ കാണാം. ഇപ്പൊ ജാഫർ ഇവിടെ നിന്നും പോയിട്ടുണ്ട്. വാഹനത്തിൽ കയറി പോകുന്നതാണ് കാണുന്നത്. ജാഫറിനെതിരെ പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. അല്പസമയം മുമ്പാണ് വെങ്കിടങ്ങിന് സമീപമുള്ള സ്ഥലത്ത് വെച്ച് ജാഫർ മീഡിയ മാധ്യമങ്ങളെ കണ്ടത്. ഈ വിഷയത്തിൽ തന്നെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. താൻ മനഃപൂർവ്വം ചെയ്തതല്ല, തെറ്റുപറ്റി. ആ സംഭാഷണം ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല തുടങ്ങിയ വിശദീകരണമാണ് ജാഫർ നൽകിയത്. വളരെ ബലം കുറഞ്ഞൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് എന്ന കാര്യം ശരിയാണ്. കാരണം ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത് ജാഫറാണെന്ന കാര്യം പ്രദേശവാസികൾ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവിടെ പ്രതിഷേധം നടത്തിയത്. അവർ കരിങ്കൊടി കാണിച്ചു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ച ആൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പ്രതികരിച്ചത്. ഈ സമയത്തിനിടയിൽ മാധ്യമങ്ങൾ ഇവരുടെ പ്രതികരണം ആരായുന്നതിനിടയിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ കയറി അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. നമ്മളിപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരാനാണോ നിങ്ങൾ തീരുമാനം? പ്രതിഷേധം തുടരാനുള്ള തീരുമാനം. ഇന്നിപ്പോ അവിടെ ബ്ലോക്ക് കമ്മിറ്റിയിലെ നമ്മുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിഷേധ പരിപാടി കൂടി ഇന്നവിടെ നടക്കുന്നുണ്ട് വടക്കാഞ്ചേരിയിൽ. അപ്പൊ ഞങ്ങൾ കണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇയാളെ ഇവിടെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ TV ലൈവ് കണ്ടപ്പോ ഇപ്പൊ ഞമ്മള് ഇങ്ങനെ സ്വദേശിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ നിയോജക പ്രസിഡന്റാണ്. അപ്പൊ അങ്ങനെ വന്നതാണ്. പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. യൂത്ത് കോൺഗ്രസ് ഒരിക്കലും ഈ കുലവഞ്ചകനെ പുറത്തിറങ്ങാനായിട്ട് സമ്മതിക്കില്ല. ഉറപ്പുള്ള കാര്യമാണ്. ദിവ്യ, ഇതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്ന നിലപാട്. വെങ്കടങ്ങ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അതിനിടയിലാണ് വെങ്കടങ്ങിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ജാഫറിനെ ഇവർ കാണുന്നത്. ജനാധിപത്യം കശാപ്പ് ചെയ്തയാളെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നതാണ് നമ്മൾ കണ്ടത്. മണലൂരിലെ മണ്ഡലം പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ജാഫർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അറിഞ്ഞുകൊണ്ടല്ല നഫീസയ്ക്ക് വോട്ട് ചെയ്തത്, തെറ്റുപറ്റിയതാണ്. ഓഡിയോയിൽ പറഞ്ഞതെല്ലാം സൗഹൃദ സംഭാഷണങ്ങളാണ്. പണം വാങ്ങിയിട്ടില്ല, തന്നെ ഇടത് നേതാക്കൾ ബന്ധപ്പെട്ടിട്ടില്ല. താൻ ലീഗിനൊപ്പം തുറന്നു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. തനിക്കിപ്പോൾ സ്ഥാനങ്ങളില്ല, സ്വതന്ത്രനാണ്. ലീഗിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് UDF കാരനാണ്.
താൻ ആരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള വാദമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വോട്ടിങ്ങിൽ വന്ന തെറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ന്യായീകരണം നൽകാൻ കഴിയുന്നില്ല. രണ്ടാമത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന കാര്യത്തിൽ കൃത്യമായ ന്യായീകരണം നൽകാൻ കഴിയുന്നില്ല. മൊത്തത്തിൽ പൊള്ളയായ വാദങ്ങളാണ് ജാഫർ അവതരിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതോടുകൂടി അദ്ദേഹം സ്ഥലം വിട്ടിരിക്കുകയാണ്. ദിവ്യ. യെസ്, നടരാജ്, CPM-ന്റെ പുതിയ പ്രതികരണം എന്താണ്? അപ്പം തന്നെ ഇപ്പം ജാഫർ നേരത്തെ സംഭവത്തെ ന്യായീകരിച്ചിട്ടുണ്ട്, താനത് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ അദ്ദേഹം അത് അബദ്ധമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ പ്രതിഷേധം കടുപ്പിക്കാനായിരിക്കും കോൺഗ്രസ് സാധ്യത. CPM ഇക്കാര്യത്തിൽ നിലപാട് പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നടപടിയും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എവിടെയും ഇത്തരത്തിൽ കുതിരക്കച്ചവടം നടത്തി അധികാരത്തിലേറാൻ തങ്ങൾ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല. ഇതെല്ലാം തന്നെ നിലവിൽ മറ്റത്തൂരിലും ചൊവ്വന്നൂരിലും കോൺഗ്രസിന് ഏറ്റിട്ടുള്ള നാണക്കേട് മാറ്റാനുള്ള ശ്രമമാണെന്നാണ് CPM പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ആവട്ടെ ഈ വിഷയത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ MV ഗോവിന്ദൻ സംസാരിച്ചപ്പോഴും KV അബ്ദുൽ ഖാദർ സംസാരിച്ചപ്പോഴും ഇത് മുഴുവൻ കെട്ടിച്ചമച്ച കഥകളാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോഴും പുറത്തു വന്ന ഓഡിയോയെക്കുറിച്ച് വ്യക്തമായൊരു പ്രതികരണം നടത്താൻ നേതാക്കൾക്കാകുന്നില്ല. പ്രത്യേകിച്ച് ബാബു എന്ന ലോക്കൽ നേതാവ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാഫറിന് അയച്ചതായി പുറത്തു വന്ന സംഭാഷണം. ഈ സംഭാഷണത്തിലും UDF-ന് വിരുദ്ധമായ നിലപാടിൽ കൂടെ നിൽക്കുന്ന ആളെ പിന്തുണച്ചാൽ എന്താണ് തെറ്റ് എന്നാണ് KV അബ്ദുൽ ഖാദർ ചോദിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്, LDF കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ LDF ഇതിൽ എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. അതൊക്കെ തന്നെ വിജിലൻസ് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടി വരും. താൻ 10 പൈസ വാങ്ങിയിട്ടില്ല എന്ന് ജാഫർ ആവർത്തിച്ച് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. താൻ പൈസ വാങ്ങിയിട്ടില്ല, തനിക്കെതിരെയുള്ളത് പൊള്ളയായ ആരോപണങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു. ശരി നടരാജ്.